എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന വാഹനമാണ് മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ BE6 എന്ന വാഹനം. അതായത് B6 എന്നും പറയാം, BE6 എന്നും പറയാം. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കിടുക്കാച്ചി ഡിസൈൻ തന്നെയാണിത്, അല്ലേ? ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഡിസൈൻ തന്നെയാണ് ഈ മഹീന്ദ്രയുടെ ഈ പുതിയ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ ഈ BE6-നുള്ളത്. അതായത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഒരു വലിയ ഒരു എയർ സ്കൂപ്പ് പോലുള്ളൊരു സംഭവം, അത് നേരെ നമുക്ക് ഇതിൻ്റെ അടിക്കോടെ ഇങ്ങനെ പാസ് ചെയ്ത് എയർ തള്ളി പോകുന്നൊരു സംവിധാനമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് റഡാറിൻ്റെ കണ്ടില്ലേ, അഡാസിൻ്റെ റഡാർ ക്യാമറ സെറ്റപ്പൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ DRL ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു LED സ്ട്രിപ്പ് അങ്ങനെ പോകുന്നുണ്ട്. ഇത് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ടും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ആണ് കത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ കണ്ടില്ലേ, പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫോഗ് ലാമ്പ് വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഈ ഹെഡ് ലാമ്പ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ നമ്മൾ ബ്രൈറ്റ് ഇട്ട് ഓടിച്ചാലും അധികം അവർ കണ്ണിലേക്ക് അടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ BE6 എന്ന ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഇവിടെ ഒരു QR കോഡ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നേരെ ഇതിൻ്റെ സൈറ്റിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഒരു സ്പോയിലർ സിൽവർ ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ, നല്ല മനോഹരമായിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി ഒരു സ്പോർട്ടി ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ മുൻവശത്തിനെ മഹീന്ദ്ര നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു കിടിലൻ ഒരു ഡിസൈൻ തന്നെയാണ്. നമ്മൾ തൊട്ടപ്പുറത്തെ ഒരു ഡെലിവറി വണ്ടിയാണ് കിടക്കണത്, XUV700. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വിശേഷത്തിലേക്ക് വരാം. അപ്പോൾ വളരെ മനോഹരമായ, വളരെ ഡിസൈൻ, നല്ല അടിപൊളി ഡിസൈൻ. ഇവിടെ ഒപ്റ്റിമൈസ്ഡ് ആണ് എയറോ എന്ന് എഴുതിയിട്ടുണ്ട്. ഭയങ്കര എയറോഡൈനാമിക് ഡിസൈനിലാണ് ഇതിൻ്റെ മുൻവശത്തിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 19 ഇഞ്ചിൻ്റെ ടയർസ് കാണാൻ സാധിക്കും. ഇത് ഇലക്ട്രിക് വാഹനങ്ങളിൽ മാത്രം വരുന്ന ഒരു ഗുഡ് എയറിൻ്റെ ടയറാണ്. നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് എന്ന് വരെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BE എന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലെ ഡിസ്ക്, അതായത് 4 വീലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. എയറോ ഇൻസെർട്ട് ഡിസ്ക് ബ്രേക്കാണ്, അലോയ് വീൽസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ആണ് ഇതിൻ്റെ ഫണ്ട് ഗാർഡിൻ്റെ ഓവർലാപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെയും പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടിയിലൊക്കെ വലിയ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോകുന്നുണ്ട്. 207 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഒരു ഗ്രിപ്പ് ഇങ്ങനെ അറ്റം വരെ പോകുന്നുണ്ട്. ബാക്കിൽ ഡിസ്പ്ലേ കണ്ടില്ലേ, ഇവിടെ BE എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഡിസൈൻ തന്നെയല്ല, ഈ കളർ കോമ്പിനേഷനും കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ വീൽ ട്രാവലൊക്കെ നോക്കിയാൽ അടിപൊളിയല്ലേ. ഇവിടെയും വലിയ ഒരു തടിച്ച ഒരു മഡ്ഗാർഡ് ഓവർലാപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ XUV9 കണ്ട അതേ ഫ്ലഷ് ഹാൻഡിൽ ഡോർസുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മൾ ആൾട്രോസെല്ലാം കണ്ടിരുന്ന പോലത്തെ ഒരു ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിനി മിററിലേക്ക് വരുമ്പോൾ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഇവിടെ ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഇവിടെയൊക്കെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ B പില്ലറും C പില്ലറിൻ്റെ ചെറിയൊരു കോളം മാത്രം വന്നിരിക്കുന്നത്. ഇവിടെയും BE എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് റൂഫിൽ ഫിക്സഡ് ഗ്ലാസ് ആണ് റൂഫിൽ വരുന്നത്. സൺറൂഫല്ല, ഫിക്സഡ് ഗ്ലാസ് ആണ് റൂഫിൽ വരുന്നത്. ഇവിടെ 3 എന്നൊരു ബാഡ്ജിങ് കണ്ടില്ലേ, ഇവിടെയും ഒരു QR കോഡ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ, വലിയ ഒരു എയറോ ഡൈനാമിക് ഡിസൈനിലാണ് ഈ സൈഡിലും അതിനങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. 4371 മില്ലിമീറ്ററാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 207 മില്ലിമീറ്റർ. നമ്മളിനി റിയറിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, 2 സ്പോയിലർ പോലെ കണ്ടില്ലേ, സ്പോയിലർ അല്ല, എക്സോസ്റ്റ് പോലത്തെ 2 സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു കുഴിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും ഒരു നല്ല ഒരു ഡിസൈനിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡീഫോഗറിൻ്റെ ഈ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നമുക്കിത് ഇവിടെ ഒക്കെ കണക്റ്റിംഗ് ആയിട്ടുള്ള ടൈൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. രാത്രിയൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് അവിടെയും ഒരു B6 എന്നൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ നമുക്ക് മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് XUV9 ഈ ലോഗോ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന തരത്തിലാണെങ്കിൽ ഇതിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടില്ല, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു C ഷേപ്പിലാണ് അതിനങ്ങനെ അണിയിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇവിടെയും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അടിയിലൊക്കെ കണ്ടില്ലേ ഒരു സ്പോട്ടി ഫിനിഷിങ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ബാക്കിലും അടിവശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ പാർക്കിംഗ് സെൻസേഴ്സ് അങ്ങനെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ B6 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ, അടിപൊളിയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഡിസൈൻ. എന്ത് രസമല്ലേ, വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ നമുക്ക് ഇവിടെ ഈ ചെരിഞ്ഞിറങ്ങുന്ന ഈ ഭാഗത്ത് നമുക്ക് ഒരു കൂപ്പേ ഡിസൈൻ തോന്നുമെങ്കിൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഒരു കൂപ്പേ ഒരു സംഭവം പോലെയൊക്കെ ഇവിടെ നമുക്ക് തോന്നും. ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു പീസ് അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ പോകുന്നുണ്ട്. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ സ്പേസ് ഇവിടെയാണ് തോന്നുന്നുണ്ട്, കണ്ടില്ലേ, ഇവിടെയാണ് ചാർജിങ് സ്പേസ്. നമുക്ക് ഇതിനകത്ത് ചാർജിങ് ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇല്ലുമിനേറ്റഡ് ആണ്. ഇവിടെ അതിൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്നതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, അടിപൊളി ഡിസൈൻ. പിന്നെ നമുക്ക് ഇതിനകത്ത് വിത്ത് വരുന്നത് 1901 മില്ലിമീറ്ററാണ് വിത്ത് വരുന്നത്. ഹൈറ്റ് 1627 മില്ലിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാലോ. ഗസ്റ്റർ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഇതേ പോയി. ആഹാ, അടിപൊളിയല്ലേ, സൂപ്പർ. നമുക്കിവിടെ ഇത് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അത് തന്നെ 455 മില്ലിമീറ്ററാണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് 60-40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. കണ്ടില്ലേ, സൂപ്പറായിട്ടല്ലേ, സിമ്പിളായിട്ട് അടഞ്ഞോളും. നമുക്കിനി ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ 90 ഡിഗ്രി തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു ഡോർ സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടില്ലേ, പുൾ ടു ഓപ്പൺ, ഇതിൽ വലിച്ചിട്ടാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അത്. പിന്നെ അതുപോലെ തന്നെ അത് ഇവിടെയൊക്കെ ഒരു ഇല്ലുമിനേറ്റഡ് ഒരു ആംബിയൻ ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും പുതിയൊരു ഡിസൈൻ പാറ്റേൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. നമുക്കത് ഇവിടെ സ്പീക്കർ, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു പുതിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ, അംബ്രല്ല ഹോൾഡർ, പേപ്പർ ഹോൾഡർ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ ബാക്ക് ഡോർ ഇങ്ങനെയാണ് തുറക്കുക. ബാക്ക് ഡോറിൽ നമുക്ക് ഇവിടെ ഒരു ട്യൂട്ടർ, ഹെർമൻ ഗാർഡൻ്റെ ട്യൂട്ടർ, സ്പീക്കർ, ബോട്ടിൽ ഹോൾഡർ, പേപ്പർ ഹോൾഡർ, ഇവിടെ നമ്മുടെ സ്വിച്ചിൻ്റെ ഗ്ലാസിൻ്റെ വിൻഡോ സ്വിച്ച്, ഇവിടെ ലോക്ക് കാര്യങ്ങൾ, ഇവിടെ ഹാൻഡിൽ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു എക്സ്ട്രാ പീസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ മെറ്റീരിയലൊക്കെ നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ചാലോ. അടച്ച് നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയുണ്ട്, പൊളിയായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. ഇത് നമുക്കിവിടെ മെമ്മറി സെറ്റ് ചെയ്യാനുള്ള 1 2 3 സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് കണ്ടില്ലേ, സ്ലാൻഡിങ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാമല്ലേ. ഇത് നമുക്ക് റോട്ടർ സ്വിച്ചാണ്. നമുക്കിവിടെ നടുവിന് സപ്പോർട്ട് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഈ സീറ്റും ആ സീറ്റും വെന്റിലേറ്റഡ് ആണ്. കൊള്ളാമല്ലേ, അടിപൊളി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കയറിയാലോ. കയറുന്നതിന് മുന്നേ നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇവിടെ ഒരു ബോൺ ഇലക്ട്രിക് എന്നൊരു ബാഡ്ജിങ് B എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മോഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹാൻഡ് ഫ്രീ സ്വിച്ച് കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ ഒരു ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്ലസ് മൈനസ് റീജനറേഷൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഇതേ കണ്ടില്ലേ, ഉയർത്താം താത്താം, അതിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു, ലിവർ. പിന്നെ നമുക്ക് ഇതിൻ്റെ റൗണ്ടിലല്ല, ചെറിയൊരു സ്ക്വയറിഷ് ഒരു സ്പോട്ടി ലുക്കാണ് ഈ സ്റ്റിയറിംഗ് വീലിന്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അത് ഇവിടെ തൊട്ട് ഈ അറ്റം വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പുറത്തേക്കില്ല. നമ്മൾ XCV9EVയിൽ വല്ലാത്തൊരു പേരുകൾ തന്നെ. അതിനകത്ത് നമുക്ക് അറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ വരെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും വലിയ ഒരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വെതർ മരത്താക്കരുത്, ഇപ്പോൾ കുട്ടനാട്ടിലൊരു ഷോറൂമാണല്ലോ. ആ വെതർ കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. യൂട്യൂബ് കാര്യങ്ങൾ, ആമസോൺ, ഇതിൽ ഓട്ടോ പാർക്കിംഗ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇല്ലുമിനേറ്റഡ് കാര്യങ്ങളൊക്കെ, ഡ്രൈവ് മോഡ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ കൂട്ടിയിടാം. അപ്പോൾ
അടിപൊളിയാണ്. ഇതിലെ ഫങ്ഷൻസ് പറയാമെന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോ പോരാ, അത്രമാത്രം ഫങ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്തുള്ള സൗണ്ട് സിസ്റ്റം ആയാലും ഭയങ്കര ഒരു സറൗണ്ട് ഡോൾബി സിസ്റ്റമാണ് ഇതിൽ വരുന്ന സിസ്റ്റം. നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പറേറ്റ് വരുന്നതിൻ്റെ പേരിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ അത് കണ്ടില്ലേ, ഒരു ആംബിയൻ ലൈറ്റ്, ഇലുമിനേറ്റഡ് ആംബിയൻ ലൈറ്റ്, നമുക്ക് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. AC വെൻ്റൊക്കെ അത് ഇവിടെ വരുന്നത്. കോക്പിറ്റിന് സമാനമായ തരത്തിലാണ് ഇതിൻ്റെ ഈ ലിവർ ഡ്രൈവ് സെലക്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർക്കിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രസ് പാർക്കിംഗ് ഷിഫ്റ്റ് എന്നൊക്കെ ഇത് കാണിച്ചു. പിന്നെ നമുക്കിത് ചാവിയാണ് വരുന്നത്. ഇത് ഇട്ട് വയ്ക്കാനുള്ള സംവിധാനം ഇവിടെയാണ്. ഇത് ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് കാണിക്കും എവരിഡേ, കണ്ടില്ലേ, എവരിഡേ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇത് കാണിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നന്നായിട്ടുണ്ടല്ലേ, ഈ ഒരു പാർട്ടീഷൻ പോലത്തെ സംവിധാനം. അതുപോലെ തന്നെ അപ്പുറത്തെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാണ് അതിൻ്റെ സംഭവവികാസങ്ങൾ. ആ ഡോറിലേക്ക് വരുമ്പോഴും അവിടെ സ്പീക്കർ കാര്യങ്ങൾ, സ്വിച്ചുകൾ കാര്യങ്ങൾ, ഈ വലിക്കുന്ന സംഭവം എല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് ഇവിടെയാണ് വരുന്നത്. കോൾഡ് അല്ലാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ AC വെൻ്റൊക്കെ വലിയ AC വെൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഡാഷ്ബോർഡ്, വലിയ ഡാഷ്ബോർഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഹെഡപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഇവിടെ നിന്നൊട്ട് അറ്റം വരെ അവസാനിക്കുന്നില്ല, അത്രമാത്രം ഇതിനകത്ത് വലിയ ഡാഷ്ബോർഡാണ്. ഇവിടെയൊക്കെ ഒരു AC വെൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ട്യൂട്ടർ, ഹാർമൻ കാറിൻ്റെ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. 7 എയർ ബാഗാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വയർലെസ് ഫോണിൻ്റെ പാഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാം, ബാഗോ, നമുക്ക് ലേഡീസിൻ്റെ ബാഗ്, പേഴ്സൊക്കെ സൂക്ഷിക്കാം. കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 700 കണ്ടിരുന്ന പോലത്തെ ഒരു റോട്ടറി സ്വിച്ച് ഇവിടെ ഒക്കെ വരുന്നുണ്ട്. സൗണ്ടിൻ്റെ കാര്യങ്ങൾ സ്വിച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവ് മോഡ് കാര്യങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ്, കോൾഡാണ്, ഗ്ലോ ബോക്സ് വിത്ത് ആംറെസ്റ്റ് വരുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്രെയിംലെസ് ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമറ സെറ്റപ്പ് കൂടെ വരുന്നുണ്ട്. ഇതിവിടെ ബ്ലിങ്കിനെ കണ്ടില്ലേ, അത് ക്യാമറ കൂടെ കാണാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസ്, വീഡിയോസൊക്കെ ഉള്ളിൽ നിന്ന് എടുക്കാനുള്ള ഒരു സ്വിച്ചാണ്. അത് ഇതാണ്, ഇവിടെയാണ് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. സാധാരണ നമുക്ക് ഈ ഭാഗത്തേക്കായിട്ട് വരാം, ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിക്ക് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ ഇവിടെയൊക്കെ കുറച്ച് സ്വിച്ച്, ക്യാമറയുടെ സ്വിച്ചൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാമറ, 360 ഡിഗ്രി ക്യാമറ. ഇത് ഒന്നുകൂടെ തിരിക്കാം, ക്ലോസായി. ഉണ്ടോ, ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ കോർണർ വ്യൂ, 3D. കൊള്ളാം, അടിപൊളി. സെയിം വണ്ടിയുടെ കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഇതിൻ്റെ സൺറൂഫല്ല, ഫിക്സഡ് ഗ്ലാസ്സാണ് വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഇതിൽ നല്ല ലൈറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. പറ്റുമെങ്കിൽ നമുക്ക് അത് വീഡിയോ എടുക്കാം, നോക്കട്ടെ. ഇതിൽ കുറേ മില്യൺ കണക്കിന് ലൈറ്റ്സുകൾ ഇതിന് കൊടുത്തിട്ടുണ്ടെന്നാണ് മഹേന്ദ്ര അവകാശപ്പെടുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. സൺറൂഫ് എന്നൊരു കൺസെപ്റ്റ് മാറി ഫിക്സഡ് ഗ്ലാസ് എന്നൊരു രൂപത്തേക്ക് മാറിയിട്ടുണ്ട്. ഷീൽഡൊക്കെ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. തന്നെ അടഞ്ഞു വന്നോളും. അടിപൊളി, സൂപ്പർ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പീക്കർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇതിലൊക്കെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ലൈറ്റ് ജസ്റ്റ് ഇങ്ങനത്തെ ടച്ചിങ് ആണ് കേട്ടോ അതൊക്കെ വരുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ, സൂപ്പർ സൂപ്പർ സൂപ്പർ, കൊള്ളാം, നല്ല രസമുണ്ട്. വീണ്ടും നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ അടിപൊളിയാണ് സ്റ്റിയറിംഗ് വീല്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ ഡാഷ്ബോർഡ് സംവിധാനം ഇതിങ്ങനെ അങ്ങോട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ അവസാനിക്കുകയാണ്. കൈയൊക്കെ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇവിടെയൊക്കെ ഒരു പിടുത്തം പോലത്തെ സാധനം വരുന്നുണ്ട്. ഈ മെറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. വലിയ ഒരു ഡാഷ്ബോർഡ് സംവിധാനമാണ് കേട്ടോ. അത് ഇൻറ്റീരിയർ കണ്ടില്ലേ, ഒരുപാട് സ്പേസ് ഉണ്ട് കണ്ടില്ലേ. അപ്പുറത്തെ സൈഡിലൊക്കെ കണ്ടില്ലേ, കാലൊക്കെ വയ്ക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മഹേന്ദ്രയുടെ ലോഗോൻ്റെ പണ്ടത്തെ ലോഗോ പോലത്തെ ഒരു സാധനം ഈ പെഡലുമ്പോൾ ഒരു ഡെഡ് പെഡൽ സൂപ്പറായിട്ടുണ്ടല്ലേ. അടിപൊളി അടിപൊളി സൂപ്പറായിട്ട്. ഈ ഏരിയ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിനി റിയറിലേക്ക് ഇറങ്ങുമ്പോൾ, റിയർ സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാട്ടോ. നല്ല ബൗൾ സൈസും കാണാനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. പുറകിൽ വെന്റിലേറ്റഡ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, കപ്പ് ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കത് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്കിലേക്കാണ് മൊത്തം ഇതിൻ്റെ ഇൻറ്റീരിയറിനെ മാറ്റിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ലെഗ് റൂമും കാര്യങ്ങളൊന്നും വലിയ തിരക്കേടില്ല. ഇവിടെ AC വെൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു സ്പോട്ടി ലുക്ക് ഉണ്ടല്ലോ ഈ AC വെൻറ്റിനൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു പാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫോണൊക്കെ സൂക്ഷിക്കാം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കാണുന്ന ആ ഒരു വിഷ്വൽ. ഒരു ബ്ലാക്ക് സിൽക്കിയാണ് ഇങ്ങോട്ട് മൊത്തം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഹാൻഡിൽ കാര്യങ്ങൾ നമുക്കിവിടെ ലൈറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഒരു ബ്ലാക്ക് തീമാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവിടെ നോക്കുമ്പോഴുള്ള ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ബോണറ്റ് ഒന്ന് പൊക്കിയാലോ. ബോണറ്റ് പൊക്കണമെങ്കിലേ ഇവിടെയും ഇത് അവിടെയായിട്ട് 2 സംഭവങ്ങളുണ്ട്. അതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കണ്ടാ അടിപൊളിയല്ലേ. ഇവിടെ നമുക്കിത് ഒരു ഷോക്ക് അബ്സോർവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഷോക്ക് അബ്സോർവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ഒരു ഇത് കവറിങ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട്. നമുക്കിത് 150 ലിറ്ററിൻ്റെ ഫ്രങ്ക് സ്പേസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് 35 കിലോ മാക്സിമം കപ്പാസിറ്റി എന്നും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ടല്ലേ, നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വാഷറിൻ്റെ നോബ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ അതേ ഇങ്ങനെ നമുക്ക് അടയ്ക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിലൊരു ഫങ്ഷൻ ഉണ്ട്, വണ്ടി ഓട്ടോ പാർക്കിംഗ് കേട്ടോ. കണ്ടില്ലേ, അതിനുണ്ട് പൊള്ളിയല്ലേ, സൂപ്പറായിട്ടുള്ള ഓട്ടോ പാർക്കിംഗ് ആണ്. തന്നെ പൊക്കോളും, തന്നെ ഇങ്ങോട്ട് വന്നോളും. അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്ക് 682 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. 350 എണ്ണം ടോർക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതാ നമ്മുടെ ഒരു ഇന്ത്യൻ നിർമ്മാണ ഒരു വണ്ടിയാണെന്നുള്ള ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനിക്കാം അല്ലേ. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് മഹേന്ദ്ര ഈ വാഹനത്തിനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു കിടിലൻ ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.